നടൻ ശങ്കറിനെ കുറിച്ച് നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലത്തെ സ്റ്റാർഡത്തിനെ കുറിച്ചും അദ്ദേഹം ഇപ്പോൾ സംവിധാനത്തിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ശങ്കർ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കൊച്ചിയിൽ നടന്ന ഒരു ചടങ്ങാണ്. അതായത് ദേശീയ കലാസംസ്കൃതി അനശ്വര കലാകാരൻ കലാഭവൻ മണി അനുസ്മരണം. അതായത് കലാഭവൻ മണിയുടെ ഈ ഒരു ഓർമ്മ ദിവസമൊക്കെ കഴിഞ്ഞു പോയിരുന്നു. ഈ മാർച്ച് 6-ാം തീയതി ആയിരുന്നു. അപ്പോൾ കലാഭവൻ മണിയുടെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മയുമായി ബന്ധപ്പെട്ട് ഒരു അവാർഡ് ചടങ്ങ് നടന്നിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് അവാർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കലാഭവൻ സരിക എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അവരൊരു മിമിക്രിയും അതുപോലെ തന്നെ അഭിനയവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ്. അവർ ബിഗ് ബോസിലൊക്കെ പങ്കെടുത്തു. എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അവരെ അറിയാവുന്നത് ഒരു ബിഗ് ബോസ് താരം എന്ന രീതിയിലായിരിക്കും. അപ്പോൾ സരികയ്ക്ക് ഒരു അവാർഡ് കൊടുത്തിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഈ കലാഭവൻ മണിയുടെ പേരിലുള്ള ഒരു അവാർഡ് കൊടുത്തു. ഈ നമ്മൾ അന്ന് അതിൽ പങ്കെടുത്ത പല പ്രമുഖരിൽ ഒരാൾ ശങ്കറായിരുന്നു. ശങ്കറിനും അതിലൊരു അവാർഡുണ്ട്. ദ്രോണ അവാർഡായിരുന്നു ശങ്കറിന് ലഭിച്ചിരുന്നത്. പിന്നെ സംവിധായകൻ വിനയനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ പറയുന്ന കലാഭവൻ സരികയ്ക്ക് വിനയൻ മെമൻറ്റോയും ശങ്കർ എനിക്ക് തോന്നുന്നു ഒരു പ്രശസ്തി പത്രവും അങ്ങനെ അതെ പ്രശസ്തി പത്രവും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഈ സരിക ഇതെല്ലാം മൊമെൻറ്റോ വാങ്ങി വിനയന് കൈ കൊടുക്കുന്നു. വിനയൻ്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ശങ്കറിന് കൈ കൊടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ശങ്കർ ഇങ്ങനെ കൈ കൊടുത്തില്ല. അപ്പോൾ നിങ്ങൾ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? ശങ്കർ കൈ കൊടുത്തില്ല, പകരം ശങ്കർ വേണ്ട എന്ന രീതിയിൽ പിന്നീട് കാലിൽ തൊട്ട് വന്നിച്ചു. അപ്പോൾ ശങ്കർ ഒന്ന് അനുഗ്രഹിച്ചു. ആ രീതിയിലാണ്. അപ്പോൾ ശങ്കർ പിന്നെ മുഖത്തൊന്നും അവരെ നോക്കിയില്ല. ഇത് പിന്നീട് സോഷ്യൽ മീഡിയയിലേക്ക് ഈ വീഡിയോ അങ്ങനെ ഭയങ്കര വൈറലായിട്ട് ശങ്കറിനെതിരെ ഒരുപാട് ഒരു മോശം കമൻറ്റുകളൊക്കെ വന്നു തുടങ്ങി. ഇത് രണ്ട് രീതിയിൽ ആളുകൾ പറഞ്ഞു. ആളുകൾ പറഞ്ഞത് ഒരു പക്ഷേ ശങ്കറിന് അങ്ങനെ കൈ കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യമാണ്, അവരുടെ ഇഷ്ടമാണ്, അതിൽ കുറ്റം പറയേണ്ട എന്ന് പറഞ്ഞിരുന്നു. മറ്റൊരു വിമർശിക്കുന്നവർ പറഞ്ഞത് ഒരാൾ ഒരു മര്യാദ രൂപേണ കൈ കാണിക്കുമ്പോൾ ഒരു കൈ കൊടുക്കുക, എന്തിനാണ് ഇത്ര ജാട എന്ന രീതിയിൽ അങ്ങനെ വളരെ മോശമായിട്ടും ശങ്കറിനെതിരെ ശങ്കറിന് ഒരു ഇത്ര സ്റ്റാർഡോ ആണോ, ചില കമന്റുകളൊക്കെ വളരെ മോശമായിട്ടാണ്. അതായത് ഈ ജാട കാരണമാണ്, ഈ സ്വഭാവം കാരണമാണ് നിങ്ങൾ ഫീൽഡ് ഔട്ട് ആയത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് ഒക്കെയാണ് കമന്റുകൾ. അപ്പൊ ഇതിനൊരു ആദ്യത്തെ ദിവസം തുടക്കമൊന്നും ഇതിന് എതിരെ ഒന്നും അല്ലെങ്കിൽ ഈ വക വിമർശനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഒരു വിശദീകരണമൊന്നും അന്നൊന്നും ശങ്കർ കൊടുത്തിരുന്നില്ല. പക്ഷെ ഇന്ന് ശങ്കർ ഒരു വീഡിയോ, ശങ്കറിന്റെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് അത് ഞാൻ കണ്ടത്. ശങ്കർ ഒരു വീഡിയോ, അതിൽ ശങ്കർ പറഞ്ഞത്, ഞാൻ 45 വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ആരെയും ഇൻസൾട്ട് ചെയ്യുന്ന ഒരാളല്ല. എന്നെക്കുറിച്ച് അങ്ങനെ ആരും പരാതി പറയുന്നില്ല. ശങ്കർ പറഞ്ഞത് അത് ആ സമയത്തുണ്ടായ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന രീതിയിലാണ് ശങ്കർ പറഞ്ഞത്. ശങ്കർ പറഞ്ഞത്, ഞാനിത് ഒരിക്കലും അതൊരു അവരെ കുറ്റക്കാരി അല്ല, അവരെ ഒരു ചെറുതാക്കി കാണിക്കാനോ ഒന്നും ഞാൻ ചെയ്തതല്ല. കാരണം അവർ വിനയൻ സാറിൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിച്ചു. അതിനുശേഷം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനത് എൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വേണ്ട, അതായത് അങ്ങനെ ഞാൻ അങ്ങനെ വലിയൊരാളൊന്നും അല്ല എന്നുള്ള രീതിയിലായിരിക്കാം ശങ്കർ ഉദ്ദേശം. അപ്പം ശങ്കർ പറഞ്ഞു, ഞാനത് വേണ്ട എന്ന രീതിയിലാണ് ആദ്യം ഉദ്ദേശം. അപ്പോഴാണ് ഇവർ കൈ തന്നു കഴിഞ്ഞപ്പോൾ ഇവർ കാലിൽ വീഴാൻ പോവുകയാണ് എന്ന് വിചാരിച്ചിട്ട് ശങ്കർ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ഇവർ കാലിൽ വീണു. പിന്നെ അത് ശങ്കർ ഒരു അനുഗ്രഹം കൊടുത്തു, ശങ്കർ മാറിപ്പോയി. ശങ്കർ പറഞ്ഞു, ഞാനത് അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടുള്ളതല്ല. പക്ഷെ പിന്നീട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ആളുകൾ ഒരു കമന്റുകൾ പറയുന്നു. അപ്പം എനിക്കതൊരു ഒരു മറുപടി പറയണമെന്ന് തോന്നി എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു, ഞാനത് എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയതാണെങ്കിൽ സോറി, സരികനെ ഞാൻ വിളിച്ചു, ഞാൻ സംസാരിച്ചു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ വിശദീകരണമൊന്നും എനിക്കിതിൽ പറയാൻ താല്പര്യമില്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ശരിക്ക് നമുക്കറിയാം, ഇതൊക്കെ ഒരു സെക്കൻഡിൽ സംഭവിക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ എന്താ പറയുക, പക്ഷേ ഇത് ഒരു വീഡിയോ വന്നു കഴിയുമ്പോഴോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതൊരു ചർച്ചയായിട്ട് സ്പ്രെഡായി പോകുമ്പോഴാണ് ഇതിൻ്റെ വേറൊരു തരത്തിലൊക്കെ ചർച്ചകൾ പോകുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമുക്കറിയാം, വയനാട് സംഭവത്തിൽ അന്ന് മമ്മൂട്ടിയും അവിടെ വയനാട് ടൗൺഷിപ്പ്, നമ്മുടെ ദുരന്ത ബാധിതർക്ക് സർക്കാർ ചെയ്തു കൊടുത്ത ആ ഒരു ടൗൺഷിപ്പ് സന്ദർശിപ്പ് അവിടുത്തെ ജില്ലാ സെക്രട്ടറി റഫീഖ്, CPM പാർട്ടി ജില്ലാ സെക്രട്ടറി റഫീഖ് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി റഫീഖിനോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. അപ്പോൾ റഫീഖിനോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ നടക്കേണ്ടതിൽ ഒരു പക്ഷേ മമ്മൂട്ടി പോലും അത് ക്യാമറ ചുറ്റുണ്ടെന്നോ അല്ലെങ്കിൽ മൈക്ക് ക്യാപ്ചർ ചെയ്യുന്നോ എന്ന് വിചാരിച്ചിട്ടൊന്നും ആയിരിക്കില്ല. മമ്മൂട്ടി വളരെ ഒരു സ്വകാര്യതയിൽ ഒരുപക്ഷെ മമ്മൂട്ടിക്ക് വളരെ പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കുമല്ലോ റഫീഖൊക്കെ. അപ്പം മമ്മൂട്ടി ഒരുപക്ഷെ റഫീഖിനോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഇത് പക്ഷെ പിന്നീട് അങ്ങ് സ്പ്രെഡായി മമ്മൂട്ടിക്കെതിരെ. നമുക്കറിയാം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഒരു കുറ്റം പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ മമ്മൂട്ടീനെ ഇഷ്ടമില്ലാത്തവർ അത് ഒരു എന്താ പറയാ ഒരു ആയുധമാക്കി മാറ്റുകയും മമ്മൂട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും
പിന്നീട് അത് എന്താ പറയാ മമ്മൂട്ടിനെ കുറ്റം പറയുന്നവർക്കെതിരെ ഒരു സൈബർ അറ്റാക്കായി മാറുകയും അങ്ങനെയൊക്കെ എന്താ പറയുക കൈവിട്ടു പോവുക എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ് അത്. പിന്നീട് നമുക്കറിയാം പിണറായി വിജയൻ വരെ അത് CPM അണികൾക്കുള്ള ഒരു ഡോസ് എന്ന രീതിയിൽ വരെ പറഞ്ഞിരുന്നു, നിർത്തൂ ഇത്, ഇനി മമ്മൂട്ടിനെ പറയരുത്, മമ്മൂട്ടി മലയാളത്തിന്റെ മഹാനടനാണ്, ആ മലയാളത്തിന്റെ മഹാനടനോട് ഞാൻ മാപ്പ് പറയുന്നു എന്ന് വരെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് പ്രതിച്ഛായ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഏകദേശം ഒരു മാസമായി. അതിന്റെ സമയത്ത് മോഹൻലാൽ ആയിരുന്നു ചീഫ് ഗസ്റ്റ് ആയിട്ട്, ബി ഉണ്ണികൃഷ്ണൻ നിവിൻ പോളി സിനിമയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ആ ട്രെയിലർ ലോഞ്ചിന് മോഹൻലാലാണ് വന്നത്. അന്ന് എസ് എൻ സ്വാമി ഉണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ എസ് എൻ സ്വാമി ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ തന്നെ, അതായത് മോഹൻലാൽ എസ് എൻ സ്വാമിനെ തള്ളി മാറ്റി എന്നും പറഞ്ഞിട്ട് ആ ഒരു വിഷ്വല്, ഒരു ഷോട്ട് വെച്ചിട്ടാണ് മോഹൻലാൽ എസ് എൻ സ്വാമിനെ ബഹുമാനിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ മോഹൻലാലിനെ കുറ്റം പറിച്ചില്ല. പിന്നീട് എസ് എൻ സ്വാമി വരെ ഇതിന് വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട്. എസ് എൻ സ്വാമി പറഞ്ഞു മോഹൻലാൽ ഞാനായിട്ടുള്ള ബന്ധം ആ ഒരു ബന്ധമാണ്, അതായത് മോഹൻലാൽ എന്നെ അവിടുന്ന് എന്താ പറയുക സഹായിക്കുകയാണ്, അതായത് സ്റ്റെപ്പ് ഇറങ്ങാൻ സഹായിക്കുകയാണ് മോഹൻലാൽ ചെയ്തത്. എന്നിട്ട് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ ഒരു റീച്ചിന് വേണ്ടി ഇങ്ങനെയൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. അതായത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ ഇവര് തമ്മിലുള്ള ഒരു ബന്ധമായിരിക്കും. ഇപ്പൊ നമ്മളൊരു സുഹൃത്തിന്റെ, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തിനെ ചിലപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ എന്താ പറയാ ചിലപ്പോൾ നമ്മുടെ ഒരു സൗഹൃദ ബന്ധത്തിന്റെ പുറത്ത് ചിലപ്പോൾ നമ്മളൊരു തെറി വിളിക്കും, ചിലപ്പോൾ അതൊരു ബന്ധത്തിന്റെ പുറത്ത് നമ്മൾ വിളിക്കുന്നതായിരിക്കും, ഒരു തമാശ രൂപമാണ് ഞങ്ങൾ ചിലപ്പോൾ പറയും. പക്ഷെ ഇത് പുറത്തുനിന്ന് ഒരാൾക്ക് കാണുമ്പോൾ അദ്ദേഹത്തിനെ ഞാൻ അപമാനിച്ചെന്നോ അല്ലെങ്കിൽ ആ വ്യക്തി തിരിച്ച് എന്നെ ചിലപ്പോൾ ഒന്ന് അടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്കറിയാം ഒരു സുഹൃത്തുക്കൾ തമ്മിലുണ്ടാവുന്ന ഒരു സംഭാഷണവും അവരുടെ പ്രവർത്തികളൊക്കെ ഉണ്ട്. അത് സ്നേഹപ്രകടനങ്ങൾ പല രീതിയിലായിരിക്കാം. പക്ഷെ ഇത് പുറത്തുനിന്ന് കാണുന്നത് ആളുകൾ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുന്നതായിരിക്കും. ഇത് സോഷ്യൽ മീഡിയയിലൂടെ സ്പ്രെഡ്. അപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്തും തമ്മിലുള്ള ഒരു പെരുമാറ്റം ഒരുപക്ഷെ മൂന്നാമതൊരാൾ കാണുമ്പോഴല്ല, ഈ മൂന്നാമതൊരാൾ അത് ഷൂട്ട് ചെയ്ത് അത് സ്പ്രെഡാക്കി ഒരു ലക്ഷക്കണക്കിന് ആളുകളിലേക്കൊക്കെ എത്തുമ്പോഴാണ് പിന്നീട് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഈ നമ്മുടെ ദേവൻ എന്ന് പറയുന്ന നടൻ ഒരിക്കൽ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് മമ്മൂട്ടിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ, അതായത് മമ്മൂട്ടി പ്രകടിപ്പിക്കാത്തതാണ്, അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ജാടക്കാരനാണെന്നുള്ള പൊതുവെയുള്ള ഒരു ആളുകളുടെ ഇടയിൽ ഒരു ഇതുണ്ടല്ലോ, ഒരു ടോക്കാണത്, അങ്ങനെ ഒരു വിശ്വാസമാണ് മലയാളികളുടെ ഇടയിൽ. പക്ഷെ മമ്മൂട്ടി അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതാണ്. ദേവൻ പറഞ്ഞ ഒരിക്കൽ ഇതുപോലെ തന്നെ എവിടെ എയർപോർട്ടിൽ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ മമ്മൂട്ടി മുഖത്ത് പോലും നോക്കാതെ ഒരു ഇങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ ദേവൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്, നിങ്ങൾക്ക് സ്നേഹമുണ്ട് അത് പ്രകടിപ്പിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു ഇമേജ് ഉള്ളതല്ലേ, ഞാൻ അതുകൊണ്ട് ആൾക്കാരൊക്കെ കാണുന്നതല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ഈ പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും മമ്മൂട്ടി ജാടയാണ് എന്ന് വിചാരിക്കും. മമ്മൂട്ടി ഇത് അവിടെ പ്രകടിപ്പിക്കാത്തതാണ്. ഇതുപോലെ സംവിധായകൻ ദീപു കരുണാകരൻ മമ്മൂട്ടി വെച്ച് ഫയർമാൻ എന്ന സിനിമ ചെയ്തിട്ടുണ്ട്. ദീപു കരുണാകരൻ ഇതുപോലെ തന്നെ ഈ എടുത്ത് പറഞ്ഞിരുന്നു. അദ്ദേഹം പണ്ട് ക്രേസി ഗോപാൽ എന്നൊക്കെ സിനിമ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ മമ്മൂട്ടീനെ ഒരു ഹോട്ടലിൽ എവിടെ വെച്ച് കണ്ടപ്പോൾ മമ്മൂട്ടിയുടെ അടുത്ത് അപ്പം കൂടെ വേറെ സുഹൃത്തുക്കളുണ്ട്, ഈ ദീപുവിന്റെ കൂടെ വേറെ കുറെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ സുഹൃത്തുക്കൾ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല നീ പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ദീപു കരുണാകരൻ ആ മമ്മൂട്ടീനെ അടുത്ത് പോയി കണ്ടു. മമ്മൂട്ടി എന്തോ ഫോണിൽ എന്തോ നോക്കി പോവുകയാണ്. മമ്മൂട്ടി അടുത്ത് പോയിട്ട് മമ്മൂക്ക് എന്നെ മനസ്സിലായ ഓർമ്മയുണ്ടോ? അന്ന് അദ്ദേഹം മമ്മൂട്ടി വെച്ച് സിനിമ ചെയ്തിട്ടില്ല, അദ്ദേഹം ഒരു സിനിമ മാത്രം സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ്. അപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് മൂളിയിട്ട് പോയി എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞു എനിക്കത് ഭയങ്കര ഇൻസൾട്ടായിട്ട് തോന്നി. അപ്പോൾ ഒരുപക്ഷെ അന്ന് ഇത് ആരും ഷൂട്ട് ചെയ്തിട്ടില്ല, ഒരുപക്ഷെ ഇത് ആരെങ്കിലും ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അത് വേറെ തരത്തിലായിരിക്കും വ്യാഖ്യാനിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ദീപു പറഞ്ഞത് എനിക്കത് ഭയങ്കര ഇൻസൾട്ടായിട്ട് തോന്നി, ഞാൻ ഈ മമ്മൂട്ടിയെ വെച്ച സിനിമ ചെയ്യില്ല എന്നാണ് വിചാരിച്ചത്. പിന്നീട് ഫയർമാൻ എന്ന് പറഞ്ഞ ഒരു സിനിമയൊക്കെ സംഭവിച്ച സമയത്ത് ഞാൻ മമ്മൂട്ടിയുടെ അടുത്ത് കൂടുതൽ അടുത്തപ്പോൾ ഞാൻ ഈ ഒരു ഇൻസിഡന്റ് പറഞ്ഞാൽ മമ്മൂട്ടി പറയണത് എനിക്ക് ഓർമ്മയില്ല, ചിലപ്പോൾ ഞാനന്ന് പല ടെൻഷനിലായിരിക്കും, ഞാൻ ചിലപ്പോൾ വല്ല ടെൻഷനിലാവും ഇതുപോലൊന്നും. അതായത് ദീപു പറഞ്ഞത് വേറെ വല്ലവരാണെങ്കിൽ അവിടെ വെച്ചിട്ട് അഭിനയിക്കാം, അവർ സ്നേഹിക്കുന്ന പോലെ എന്താണ് ദീപു എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കാം. പക്ഷെ മമ്മൂട്ടി അതൊന്നും ചെയ്തില്ല. അപ്പൊ അതാണ് അതായത് നമ്മൾ ആ ഒരു സമയത്ത് പ്രകടിപ്പിക്കുന്ന വെച്ചിട്ട് ഒരാളെ നമുക്ക് അളക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ശങ്കർ എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, ശങ്കർ സരിക എന്ന് പറയുന്ന ഒരു നടിയോട് അങ്ങനെയൊന്നും ഒരു മോശം വിചാരിച്ചിട്ട് അവരെ ചെറുതായി കണ്ടിട്ടൊന്നും ആയിരിക്കില്ല അദ്ദേഹം അങ്ങനെ പെരുമാറിയത്. കാരണം പ്രത്യേകിച്ച് ശങ്കറിനെ കുറിച്ച് ഒരിക്കലും ഒരാൾ മോശം പറയാത്തതാണ്. നമുക്കറിയാം മുകേഷ് എന്ന് പറയുന്ന ഒരു നടനും ശങ്കർ ഭയങ്കര സുഹൃത്തുക്കളാണ്. മുകേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ശങ്കർ വളരെ ശുദ്ധനാണ്, ശങ്കറിനെ ആർക്കും പറ്റിക്കാം. പണ്ട് ശങ്കറിന്റെ ഒരു അസിസ്റ്റന്റ് ആയിട്ടോ ഒരു മേക്കപ്പ് മാനായിട്ടോ ഒക്കെ നിന്നിരുന്ന ആ വ്യക്തി ശങ്കറിനെ എപ്പോഴും സോപ്പിട്ട് ശങ്കറിനോട് ഭയങ്കര സ്നേഹമാണ് എന്ന രീതിയിലൊക്കെ പ്രകടിപ്പിച്ചു. പക്ഷെ അദ്ദേഹം ശങ്കറിനെ എന്താ പറയാ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ സോപ്പിടുന്ന ഒരു വ്യക്തിയായിരുന്നു. ശങ്കർ അത് തിരിച്ചറിഞ്ഞില്ല, അത്ര നിഷ്കളങ്കനാണ് ശങ്കർ എന്നാണ് പറഞ്ഞത്. ഒരുപാട് പേര് ആ ഒരു കാലഘട്ടത്തിലൊക്കെ
ഒരുപാട് സുഹൃത്തുക്കൾക്ക്, സിനിമയ്ക്കകത്തുള്ള സുഹൃത്തുക്കൾക്കൊക്കെ തുടക്കകാലത്ത് പ്രത്യേകിച്ച് ഈ സുരേഷ് കുമാർ, പ്രിയദർശൻ പോലെയുള്ളവരൊക്കെ അന്ന് ശങ്കർ തന്നെയായിരുന്നു ഒരു സൂപ്രതാരം. പിന്നീട് മോഹൻലാൽ വില്ലൻ വേഷങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ മോഹൻലാലിന്റെ സുഹൃത്തുക്കളായി സുരേഷ് കുമാറും പ്രിയദർശനൊക്കെ പലപ്പോഴും വന്ന് ശങ്കറുടെ സുഹൃത്തുക്കളായി മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സുരേഷ് കുമാർ ഏതോ ഒരു അഭിമുഖത്തിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെയൊക്കെ ഏത് നിമിഷത്തിലും ഞങ്ങൾക്ക് വിളിക്കാവുന്ന ഒരു സുഹൃത്താണ് ശങ്കർ. ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടും ബോയിങ് ബോയിങ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത് ആ ഒരു സീനിൽ ഒരു സീനിലാണ് ശങ്കർ ഉള്ളത്. അന്ന് മോഹൻലാലും മുകേഷുമാണ് അതിലെ നായകന്മാർ. അവരെക്കാട്ടും താരമൂല്യം അന്ന് ശങ്കർക്കുണ്ട്. അപ്പോൾ ശങ്കർ ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് താല്പര്യമുണ്ട്, ഒരു ബിസിനസ് നടക്കുമെന്ന് പറഞ്ഞ് ശങ്കർ ഇവർക്ക് വേണ്ടി അഭിനയിച്ചു. ശങ്കർ പല സിനിമകളിലും പ്രതിഫലം പോലും വാങ്ങാതെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇന്നും നമ്മൾ കാണാം. ഇന്നും എറണാകുളത്ത് ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് പരിപാടികൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം എല്ലാവരെയും കാണുകയും സംസാരിക്കാൻ പരിചയപ്പെടാൻ വരുന്നവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെ കൂടെ ഫോട്ടോന് പോസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വളരെ ഒരു സാധാരണക്കാരൻ, ഒരു പഴയ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒരു ജാടയോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും അദ്ദേഹത്തെ കുറ്റം പറയുന്നവർ അദ്ദേഹത്തെ അടുത്തറിയാത്തത് കൊണ്ട് പറയുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, സരികെ കൈ കൊടുക്കുമ്പോൾ ശങ്കർ മാറിപ്പോകുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് ശങ്കറിന്റെ ഭാഗത്തിന് ഇപ്പോൾ തെറ്റുണ്ടോ എന്ന് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ തോന്നാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നമുക്ക് കമന്റ് ചെയ്യുക.